മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ മുന്നിൽ ഒരിക്കലെങ്കിലും പ്രത്യക്ഷപ്പെട്ട നായികമാരെ കുറിച്ച് ഓർത്തിരിക്കുക എന്നത്. അവരുടെ പ്രിയപ്പെട്ട ഏത് നായികയായാലും അവർ ഓർത്തിരിക്കാറുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നവരുടെ പ്രിയപ്പെട്ട പഴയകാല നായികയാണ് സുകന്യ. സൗന്ദര്യത്തിന്റെ പ്രതീകം, വലിയ പൊട്ടുകളും കണ്ണ് നന്നായി എഴുതിയ അതുമായിട്ടുള്ള സൗന്ദര്യ ശില്പമായി മാറിയ സുകന്യ ഇപ്പോൾ എവിടെയാണ് എന്ന് എല്ലാവരും അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലപ്പി അഷ്റഫ് പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത്. സുകന്യയെ താൻ വീട്ടിൽ ചെന്ന് നേരിൽ കാണുകയും ഇൻ ഹരിയർ നഗറിന്റെ വീഡിയോ കാസറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ടായതായി തന്നെ ആൽബി ചൗധരി സുകന്യയെ തന്റെ സിനിമയിലേക്ക് നിർദ്ദേശിച്ച കാര്യങ്ങളുമൊക്കെ പറയുന്നു. താൻ തന്നെയാണ് സുകന്യയുടെ ചിത്രത്തിലെ വസ്ത്രങ്ങൾ വാങ്ങി നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുഞ്ചിരിയോടെ സെറ്റിൽ വരുന്ന സുകന്യ എല്ലാവർക്കും ഇന്നും ഓർമ്മയുണ്ട്. എപ്പോഴും ചിരിച്ച മുഖമാണ്, വാത്സല്യത്തോടു കൂടിയുള്ള സംസാരമാണ്, ബഹുമാനമല്ലാതെ ഒരൊറ്റ വാക്കിൽ പോലും ആരോടും സംസാരിക്കാറില്ല. ഏത് പ്രായത്തിൽ കുറഞ്ഞ ആളോട് പോലും വളരെ പക്വതയോടെ സംസാരിക്കുന്ന പെരുമാറ്റം. സുകന്യയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. സുകന്യ എപ്പോൾ സെറ്റിൽ വന്നാലും കൂടെ അമ്മയോ ചേച്ചിയോ കാണും. നർത്തകിയും ഗായികയും സംഗീത സംവിധായകയുമായ സുകന്യ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തന്റെ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിലാണ് സുകന്യയെ തേടി വിജയകാന്ത് ചിത്രം ചിന്നഗൗണ്ടർ എത്തുന്നത്. ഓരോ സിനിമ കഴിയും തോറും തിരക്കുകൾ വർദ്ധിച്ചു വരുന്നൊരു നടി എന്ന് തന്നെയായിരുന്നു അന്ന് സുകന്യയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത്. തമിഴ് സിനിമയിലെ മുൻനിര നായികയായ സുകന്യ വളർന്നത് അതീവ പെട്ടെന്ന് തന്നെയായിരുന്നു. തെലുങ്കിൽ തിരക്കുള്ള നായികയായി പിന്നാലെ മലയാളത്തിലും എത്തി. അങ്ങനെ മലയാളി പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട താരമായി മാറി. സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് സുകന്യ ശ്രീധർ രാജഗോപാൽ എന്ന അമേരിക്കൻ ബിസിനസ്സുകാരനെ വിവാഹം കഴിക്കുന്നത്. സിനിമയിൽ പണവും പ്രശസ്തിയുമെല്ലാം വേണ്ടെന്ന് വെച്ച് കുടുംബിനിയായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ സുകന്യ അമേരിക്കയിലേക്ക് പോയി. അമ്മയും ഭർത്താവുമായി ജീവിക്കുമെന്നായിരുന്നു അവരുടെ സ്വപ്നം. എന്നാൽ ആ മോഹങ്ങളെല്ലാം തച്ചൊടിച്ചുകൊണ്ട് അവിടെ അവരെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. മാസങ്ങൾക്ക് ശേഷം സുകന്യ തിരികെ വന്നു. താമസിയാതെ തന്നെ വിവാഹമോചിതയുമായി. വീണ്ടും സിനിമയിൽ സജീവമായെങ്കിലും പഴയ പേരും പ്രതാപവും തിരിച്ചുപിടിക്കാൻ സുകന്യയ്ക്ക് സാധിച്ചില്ല. ഇതിനിടയിൽ തമിഴ് യൂട്യൂബർ ബെയിൽവാഗ് രംഗനാഥൻ സുകന്യ ഒരു യുവമന്ത്രിയുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന വാർത്ത പുറത്തുവിട്ടു. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. എന്നാൽ യൂട്യൂബർക്കെതിരെ സുകന്യ കേസ് കൊടുത്തു. പിന്നീട് സുകന്യയെക്കുറിച്ച് വന്നൊരു വാർത്ത സുകന്യ പെൺകുട്ടിക്ക് ജന്മം കൊടുത്തു എന്നാണ്. ചിത്രം പുറത്തു വന്നിരുന്നു. എന്നാൽ അത് സുകന്യയുടെ ചേച്ചിയുടെ മകളായിരുന്നു. അമ്മയാകാൻ കൊതിച്ച സുകന്യ ചേച്ചിയുടെ മകൾക്ക് അമ്മയായി. എന്നാൽ ഇത്തവണ സുകന്യ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുക്കാനും പോയില്ല. തന്റെ ചേച്ചിയുടെ മകളെ സ്വന്തമായി കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു സുകന്യ എത്തിയത്. എനിക്ക് ഒരു മകളെ വേണമെന്നായിരുന്നു. അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ദൈവം എനിക്ക് അതിന് പകരം തന്നതാണ് ഇവളെ എന്നാണ് ചേച്ചിയുടെ മകളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സുകന്യ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്റെ മകളെന്ന് എഴുതിയവർക്കൊക്കെ തന്നെയും നന്ദി. അവൾ എന്റെ മകളാണ്. മകളാകാൻ പ്രസവിക്കണമെന്നില്ലല്ലോ. എന്റെ ചോര തന്നെയാണല്ലോ. എനിക്ക് മകളെന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാനും പറ്റുമല്ലോ. പിന്നെ അതിലൊരു പ്രശ്നവും കാണുന്നില്ല ഞാനെന്നാണ് സുകന്യ ഇതിനെക്കുറിച്ച് തെളിച്ചു പറഞ്ഞ വാക്കുകൾ. സുകന്യയുടെ വാക്കുകളും സുകന്യയുടെ പുഞ്ചിരിയും ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. അന്ന് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഓർത്തിരിക്കുന്ന ഒരു വലിയ നടിയായി തന്നെ മാറിയേനെ. പക്ഷേ പ്രാധാന്യം കുടുംബജീവിതമാണെന്നോർത്ത് അന്നത്തെ നടിമാരെ പോലെ തന്നെ സിനിമ ഉപേക്ഷിച്ച് പോയ സുകന്യയ്ക്ക് പറ്റിയതും അബദ്ധം തന്നെയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.